ശ്രീ രാഹുൽ ഗാന്ധി 5.5 ലക്ഷം വോട്ടിനാണ് വയനാട്ടിലെ ജനത ജയിപ്പിച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന്. കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി അതായിരുന്നു. അതെ, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ പാടെ കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ സർവേ റിപ്പോർട്ടുകളൊക്കെ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 19 സീറ്റ് UDF കിട്ടുന്നതും രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്നതും. പക്ഷേ ജയിച്ചു പോയതിനു ശേഷം വല്ലപ്പോഴും വയനാട്ടിലേക്ക് വരുന്നൊരു ദേശാടന കിളി മാത്രമാണ് അദ്ദേഹം. വരുന്ന സമയത്ത് വഴിയിൽ ഏതെങ്കിലും ബേക്കറിയിൽ കയറി ചായ കുടിച്ച് പഫ്സ് കഴിച്ച് ഒരു വാർത്തയുണ്ടാക്കി മനോരമ അതിന് സഹായിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ സന്ദീപ് വാര്യരുടെ പൂർവ്വചരിത്രം. ഇനി ഇപ്പൊ പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ. 10 വർഷക്കാലത്തരമായി എല്ലാ ദിവസവും ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുകയാണ്. ഈ 10 വർഷക്കാലവും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രോഗാതുരയായ മാതാവിനെ വരെ 48 മണിക്കൂറിലധികം തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ്. 48 മണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ രോഗാതുരയായ മാതാവിനെ നിരന്തരം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ, കുടുംബത്തെ, അദ്ദേഹത്തെ നിരവധി കേസുകൾ കൊടുക്കുന്നു. ഇത്രയും ഭാഗം ഒന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ഓർത്തു വെച്ചേക്കൂ. ഇത് നമ്മുടെ തീപ്പൊരി നേതാവ് സന്ദീപ് വാര്യര് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞതാണ്. അന്ന് BJPയിലായിരുന്നു അദ്ദേഹം. പിന്നീട് കൂടുമാറി കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തകിടം മറിഞ്ഞ് പറഞ്ഞ വാചകങ്ങളുമാണ് കേട്ടത്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇതൊന്നും ഒരു അത്ഭുതമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് നമുക്കതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇത്തവണത്തെ വളരെ ശ്രദ്ധേയമായ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് എന്ത് സംഭവിക്കുന്നതാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം തന്നെ ആയിരുന്നു അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി ആർക്കും വലിയ ആശങ്കയൊന്നും ഉണ്ടാവുമായിരുന്നില്ല, ഏതാണ്ട് ഉറപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ രാഹുൽ മാങ്കൂട്ടം സ്വയം വരുത്തി വെച്ച വിന കാരണം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ആ പാലക്കാട് ആര് മത്സരിക്കും, അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഒരു കീറാമുട്ടിയായിട്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നു. പലരും ആ സീറ്റിന് കണ്ണുവെച്ചിരുന്നു. കാരണം വളരെ സുരക്ഷിതമായ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പല നേതാക്കൾക്ക് ഈ പാലക്കാട് സീറ്റിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടുകേൾവി. പലരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വിവാദമൊക്കെ പൊങ്ങി വരാൻ തന്നെ കാരണം ഈ ഒരു സീറ്റിലെ കണ്ണായിരുന്നു പല നേതാക്കൾക്കെന്നും അവരൊക്കെ ഇതിന്റെ പുറകിലുണ്ട്, വിവാദങ്ങൾക്ക് പുറകിലെന്നും അണിയറയിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗതി അങ്ങനെ ആയതുകൊണ്ട് അവിടെ ആര് മത്സരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് രമേശ് പിഷാരടി എന്ന സിനിമാ നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ഒരാൾ പാലക്കാട്ടേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വലിയ അടുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആ സീറ്റ് ഷാഫി പറമ്പിൽ വളരെ നിർബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് അദ്ദേഹത്തിന് പാലക്കാട് മത്സരിക്കാനുള്ള ഒരു അവസരം കൊടുത്തത്. ഒരു ഷുവർ സീറ്റ് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് അത്രേ ഈ രമേശ് പിഷാരടിക്ക് പാലക്കാട് കിട്ടാനുള്ള കാരണം. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. പോലീസിൽ പരാതിയില്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. അപ്പോൾ ഷാഫിയും രാഹുലുമായിട്ടുള്ള അടുപ്പം തന്നെ ആയിരിക്കും ഷാരടിക്ക് സീറ്റ് കിട്ടിക്കാണുക. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രസംഗിക്കാൻ പോകും, അവിടെ കുറെ തമാശകൾ പറയും, ജനങ്ങളെ കൈയടിപ്പിക്കും. അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. കുറെ കാലമായി കോൺഗ്രസ് അനുഭവമുള്ള ഒരു സിനിമ നടനാണ് താനും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് പക്ഷെ ഒരു സീറ്റൊക്കെ MLA സീറ്റൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ഭുതകരമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. കാരണം വാര്യരെ പോലെ, സന്ദീപ് വാര്യരെ പോലെ മുഴുവൻ സമയവും രാഷ്ട്രീയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച അത് അതിനു മുമ്പ് BJPയിലായിരുന്നു എന്നുള്ളത് ശരി. പക്ഷെ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിലാണെന്നുള്ള കാര്യം ഈ അടുത്ത കാലത്തൊക്കെ ശബരിമല ആ സ്വർണ്ണക്കൊള്ളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ സമരമുഖത്ത് നിൽക്കുകയും അടികൊള്ളുകയും പിന്നെ ജയിലിൽ പോവുകയൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് നോട്ടമുള്ളൊരു സീറ്റായിരുന്നു പാലക്കാട് സീറ്റ്. കാരണം ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റായിരുന്നു. അല്ലെങ്കിൽ ഒരു ഒറ്റപ്പാലമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ഈ 2 സീറ്റുകളും കൊടുക്കാതെ അദ്ദേഹത്തെ ഈ തീർത്തും ജയസാധ്യതയൊന്നുമില്ലാത്ത തൃക്കരിപ്പൂര്, അതും ഒരു നാട് കടത്തുന്ന പോലെ വടക്കൻ കേരളത്തിലെ CPMന്റെ കോട്ടയായ തൃക്കരിപ്പൂര് പോയി മത്സരിപ്പിക്കാൻ ഈ കോൺഗ്രസ് പറഞ്ഞു വിട്ടത് ഷാരടി മതി, വാര്യര് വേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ അറിയില്ല. ഈ 2 കൂട്ടരും നമുക്ക് ഈ രാഷ്ട്രീയത്തിലൊക്കെ സീറ്റ് കൊടുക്കുന്നതൊക്കെ ഈ സമുദായങ്ങളൊക്കെ വലിയ കാര്യമുണ്ടല്ലോ. സമുദായ പരിഗണന എല്ലാ രാഷ്ട്രീയ കക്ഷികളും കണക്കാക്കാറുണ്ട്. 2 പേരും സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ്, 2 പേരും അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ടതാണ്. ഒരാൾ ഷാരടിയാണ്, ഒരാൾ വാര്യരാണ്. അങ്ങനെയാണെങ്കിൽ ഷാരടി ജയിക്കട്ടെ, വാര്യർ അങ്ങ് തോൽക്കട്ടെ എന്ന് കോൺഗ്രസ് വിചാരിച്ചു എന്നറിയില്ല. എന്തായാലും ചെന്ന് പെട്ടിരിക്കുന്ന ഒരു പുലിമടയിലാണ്, CPMന്റെ പുലിമടയിലാണ്. അവിടെ നിന്ന് ജയിച്ചു വന്ന
എന്ന് നമുക്ക് വാര്യരെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പാലക്കാട് നിന്ന് രമേഷ് പിഷാരടിക്ക് അനായാസം അങ്ങ് വിജയിച്ചിട്ട് സഭയിലെത്താന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എതിരാളി നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നല്ല. ശോഭാ സുരേന്ദ്രനാണ്. എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ 10,000, 15,000, 20,000 വോട്ട് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ആ നിലയ്ക്കെങ്ങാനും പാലക്കാട് സംഭവിച്ചാൽ നമ്മുടെ ഷാരടിക്ക് പഴയ പണിക്ക് തന്നെ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രനും പറ്റിയ ഒരു അമളി. അവരെന്താ പറയുക, നമ്മൾ ഈ കൊരലിലെത്തുമ്പോൾ തളപ്പാറുക എന്ന് പറയണില്ലേ, ആ ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസം അവർ പോയിപ്പെട്ട ഒരു വിവാദം ഏത് വിധത്തിൽ ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് അറിയില്ല. പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നത് കയ്യോടുകൂടെ പിടിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെന്താകുമെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല, CPM അവിടെ ഇറക്കിയ തുരുപ്പ് ചീട്ടും വലിയൊരു വിഷയമാണ്. NMR റസാഖ്, ബിരിയാണിയിലെ രാജാവ്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയൊരു ഓളുണ്ടല്ലോ, അത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല കേട്ടോ. ഏത് വിധത്തിലാണ് അവിടുത്തെ റിസൾട്ടിനെ NMR റസാഖ് സ്വാധീനിക്കാൻ പോണത് എന്നുള്ളത് 4-ാം തീയതി വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ആരുടെ സാധ്യതയാണ് അത് ബാധിക്കുക എന്നറിയില്ല. അതോ ഇനി മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുമോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം തീർച്ച, കോൺഗ്രസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഷാരടി പോട്ടെ വാര്യര് പോണ്ട എന്ന് തന്നെ ആയിരുന്നു എന്ന് സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും സന്ദീപ് വാര്യരോട് കോൺഗ്രസ് ചെയ്തത് ഒരു സാമാന്യ മര്യാദയാണെന്നുള്ളത് തോന്നുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യമാകും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.